ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ശ്യാമയും രാധികയും കൂടി ഒരുമിച്ച് നേരിട്ട് കാണാൻ പോകുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വരുൺ ഇങ്ങനെ ശ്യാമിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പക്ഷേ ശ്യാമക്കൊക്കെ അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. കാരണം ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മോള് പറഞ്ഞത് സ്വന്തം അമ്മനെ മുന്നിൽ കണ്ട് അവൾ വെറുപ്പോടെ എന്നെ നോക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യാമെന്നറിയില്ല. അങ്ങനെ അവൾ എന്നെ ഒന്ന് വെറുപ്പോടെ നോക്കിയാൽ ഞാൻ അങ്ങ് തകർന്നു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായി സംസാരിക്കുകയാണ്. അവൻ വരുണും പറയുന്നുണ്ട്, ശ്യാമ അങ്ങനെ വിഷമിക്കരുത്, അവളെന്ന് പറയുന്നത് കുറച്ച് ഇമോഷണലായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ശ്യാമ മേഡം അങ്ങനെ ടെൻഷൻ ആവുമെന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, വരുണ് ഈ കാര്യം ഒരു നിസ്സാര കാര്യമല്ല. കാരണം രാധിക എന്ന് പറയുന്നത് അവളുടെ അമ്മേനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവൾ വെറുപ്പോടെയാണ് കാണുന്നത്. പക്ഷെ അതിനുള്ള തക്കതായ കാരണങ്ങളും അവൾക്കുണ്ട്. അവൾ ജനിച്ചത് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ആ ഒരു അമ്മ കാരണമാണ് എന്നുള്ള ഒരു മൈൻഡിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്രയും വെറുപ്പ് അവളുടെ അമ്മനോട്. അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തുറന്നങ്ങ് പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ അവൾ പെട്ടെന്ന് അമ്മനെ അങ്ങ് വെറുത്ത് പോകും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, പിന്നെ പ്രശ്നങ്ങൾ വളരെ വഷളാവാനാണ് ചാൻസ്. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുത്. നീ അവളുടെ മനസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് മാറ്റിയെടുത്ത് അവൾ അമ്മനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തുന്ന സമയത്ത് മാത്രം നീ അവളോട് അങ്ങ് ഇതാണ് സ്വന്തം അമ്മ എന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലാത്ത പക്ഷേ നീ അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ അങ്ങനെ ആരതി വരുണിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ അത്രയേ ഉള്ളൂ, എനിക്കറിയാം അവളുടെ മനസ്സ്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ചെയ്തിരിക്കും, ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയാണ് ശ്യാമിനോട്. ഇപ്പോൾ ശ്യാമക്ക് കുറച്ച് സന്തോഷം ഉണ്ടെങ്കിലും ശ്യാമക്ക് ചെറിയൊരു പേടിയുണ്ട്. ആ സമയത്താണ് വരുണിൻ്റെ ഫോൺ അങ്ങ് റിങ് ചെയ്യാണ്. അപ്പോൾ വരുണ് ഫോൺ എടുക്കുകയാണ്, രാധികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാധിക നേരെ ഓപ്പോസിറ്റ് അവൾ ആ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് നമ്മുടെ ഇതാ മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ ഈ കുറച്ച് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫിദ മേഡത്തിന് വേണ്ടിയിട്ട്, ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് വരാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഫിദ മേഡത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ പറഞ്ഞത്, പോകണ്ട എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിന്നിങ്ങനെ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഫിദ മേഡത്തിനെ കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശ്യാമ ഇതൊക്കെ എന്താണ് ഇവൾ പറയുന്നതെന്നൊക്കെ അങ്ങനെ ആകാംക്ഷയിലൊക്കെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറയാണ്, അപ്പോൾ ഫിദ മേഡം എന്നോട് പറഞ്ഞു, ഒരു ചെറിയൊരു അർജൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോവുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഫിദ മേഡം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ രാധികയൊക്കെ ആകെ ഇങ്ങനെ സങ്കടം വരികയാണ്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല, എന്തായാലും ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയാൽ മതിയായിരുന്നു, ഞാൻ വിളിച്ച് നോക്കാതെ പോകാൻ വേണ്ടി നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ വെറുതെ കുറേ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ ടെൻഷനോട് പറയാണ്. പക്ഷേ വരുണ് അതിനൊരു ഉപായം അവളോട് കണ്ടെത്തി പറയാണ്, അതിന് നീ ഒരു ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഗുലാബ് ജാമുനൊക്കെ ഒരു നല്ലൊരു സ്ഥലത്ത് എടുത്ത് വെക്ക്, നമുക്ക് രണ്ടാൾക്കും നാളെ ഒരുമിച്ച് പോയിട്ട് അങ്ങ് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ പിന്നെ രാധികയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ ആണ്, പക്ഷേ നാളെ ഇനി ഫിദ മേഡത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുണിനെ വിളിച്ചാൽ പിന്നെ വരുണ് ഒഴിവുകേടൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നേരല്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമൊന്നും ഒന്നും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ വരും എൻ്റെ നിൻ്റെ അമ്മയുടെ കാര്യത്തിലൊക്കെ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ രാധികയ്ക്ക് ഒരു ആശ്വാസം വരണം, ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കാണ്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം വരുണ് ശ്യാമിനോട് പറയുന്നുണ്ട്, ശ്യാമയോട് ഒരു കാര്യത്തിലും പേടിക്കണ്ട, ഇവളെ ഞാൻ നിങ്ങളെ അംഗീകരിപ്പിച്ച് ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ അമ്മനെ അവൾ അംഗീകരിപ്പിച്ച് തരുന്ന എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്, ഞാനത് പെർഫെക്റ്റായി ചെയ്തിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ ഫുൾ ക്രെഡിറ്റും ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ ശ്യാമ അതൊക്കെ കേട്ടിട്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഫേസിൽ കാണിക്കുന്നില്ല, ഒരു സന്തോഷമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവൻ പറയുന്നത്, ഒന്ന് ചിരിക്കൂ, ഞാൻ ഇത്ര ഒരു കാര്യം പറഞ്ഞല്ലേ, അപ്പോൾ അവന് മുഖത്തൊരു ചിരിയൊക്കെ ഒന്ന് വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ശ്യാമക്ക് ഒരു ചെറിയൊരു പുഞ്ചിരൊക്കെ വരികയാണ്. കാരണം ശ്യാമ അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് ഒന്ന് സന്തോഷിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയുണ്ട് രാധിക അമ്മ എന്നുള്ള ആ ഒരു
കാര്യത്തിന് അത്രയും വെറുത്തോണ്ടിരിക്കുകയാണ്. കാരണം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അമ്മ കാരണമാണ് അവളുടെ ഈ ദുരിത ജീവിതം എന്ന് അവൾ നന്നായിട്ട് വിശ്വസിക്കുകയാണ്. ഇത്രയും പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച ആ സ്ത്രീ അത്രയും വെറുക്കപ്പെട്ടൊരു സ്ത്രീയാണ് എന്ന് അവളുടെ മൈൻഡിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്യാമക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ശ്യാം നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് ശ്യാം അങ്ങനെ മുഖത്ത് പെട്ടെന്ന് ആ സന്തോഷമൊന്നും ഉള്ളിൽ അത്ര വലിയ സന്തോഷം അല്ലെങ്കിലും നേരിട്ട് കാണാൻ പോകുകയാണ് എന്നുള്ള ഒരു ചെറിയൊരു സന്തോഷമൊക്കെ ശ്യാമയുടെ മുഖത്തുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ വരുണ് അങ്ങനെ കണിമംഗലത്ത് റൂമിൽ ഇങ്ങനെ ഇരുന്ന് ലാപ്പിൽ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രാധികയുണ്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത്. അവളിങ്ങനെ പാട്ട് അത്രയും മനോഹരമായിട്ട് ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്ന കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരുണിൻ്റെ മൈൻഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഇത്രയും നന്നായിട്ട് പാടാൻ കഴിയുന്നത് അതൊരു ഹെറിഡിറ്റിയാണ്, അതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാര്യം ആയതുകൊണ്ടായിരിക്കും. ശ്യാമയുടെ അതേ കഴിവാണ് ഇവൾക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഇവൾ ഇത്ര മനോഹരമായിട്ട് പാടുന്നതെന്നൊക്കെ അവനിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. അപ്പോൾ ഇവൾ ഇവിടെ അടുത്ത് വരുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട്, എടി നിനക്ക് ഇത്രയും മനോഹരമായിട്ട് പാടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ രാധികനോട് പറയണേ. രാധികക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവൾ പറയണ്ട അതെന്താ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ പറയണ്ടേ അത് നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് നീ ഇത്ര മനോഹരമായിട്ട് പാടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. പക്ഷേ രാധിക വിചാരിക്കുന്ന പാരമ്പര്യം കിട്ടുന്നത് അവിടെ വളർത്തച്ഛനെയും വളർത്തമ്മനെയാണ് അവൾ ചിന്തിച്ചത്. ദേവനെയും യശോദനെയാണ് അവൾ ആദ്യം തന്നെ ആലോചിച്ചത്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അതിന് അച്ഛനും അമ്മയൊന്നും അതിന് അങ്ങനെ പാട്ടൊന്നും പാടത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവൾ പറയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അത് നിൻ്റെ യശോദാമ്മയും ദേവനച്ഛനും അല്ലേ, അതുകൊണ്ട് അവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ശരിക്കുള്ള അച്ഛനെയും അമ്മനെയും പറ്റിയാണ് പറഞ്ഞത്. അവർ നന്നായിട്ട് പാടുന്ന ആളുകളാണെങ്കിലോ അപ്പോൾ ആ കഴിവാണെങ്കിലോ നിനക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ പ്രിയങ്ക നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പ്രിയങ്കക്ക് അച്ഛൻ്റെ അമ്മൻ്റെ അടുത്തുനിന്ന് കിട്ടിയ കഴിവൊന്നും അല്ലല്ലോ, അവൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരും അവളുടെ വേറെ ആയതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും അവളെ കാണിക്കുന്നൊന്നുമില്ല. അപ്പം വരും പറയുന്നുണ്ട് അവൾ പാടൊക്കെ ചെയ്യും, പക്ഷേ അവളുടെ പാട്ടിനൊന്നും ഒരു ആത്മാവില്ല, നിൻ്റെ പാട്ടിനാണ് നല്ലൊരു ആത്മാവുള്ളത്, നിൻ്റെ പാട്ടിൻ്റെ പോലെ ഒരു അത്ര മനോഹരമൊന്നും അല്ല പ്രിയങ്കയുടെ പാട്ട്, അവൾ പാടുമെങ്കിലും നിൻ്റെ അടുത്തൊന്നും എത്തത്തില്ല എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയാണ്. അപ്പോൾ പിന്നെ ഇവൻ ഈ കാര്യത്തിലേക്ക് മെല്ലെ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വരുന്നത്. വരുൺ ഇങ്ങനെ ഒന്നും അറിയാതെ മട്ടിൽ ഇങ്ങനെ ഇവളെ അടുത്തെന്ന് പറയുന്നുണ്ട്, അതേ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരാൾ പാട്ട് പാടാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആരെന്ന് പറയാണ്, ആരെന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് വലിയൊരു പാട്ടുകാരിയാണ്, ശ്യാമ എന്നെങ്ങാനും ആണ് അവളുടെ പേര് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ ഒരു പരിഹാസപ്പെട്ടിൽ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ സംസാരിക്കണം. അത് കേട്ട് ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തിനാണ് ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞത്, ശ്യാമ മേഡം വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് തുള്ളിച്ചാടി കളിക്കണം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ശ്യാമ മേഡം വരുന്നുണ്ട്, നിനക്ക് ശ്യാമ മേഡത്തിനെ നേരിട്ട് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ശ്യാമ മേഡത്തിനെ എനിക്ക് നേരിട്ട് കണ്ടിട്ട് വേണം, എനിക്കൊന്ന് അവരെ ഒന്ന് അടുത്ത് നിന്ന് സംസാരിക്കണം, എനിക്ക് നേരിട്ട് അവരുടെ മുഖത്ത് ഒക്കെ ഒന്ന് നോക്കണം. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങൾ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ശ്യാമയുടെ അടുത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവൾ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ നമ്മളിത്ര കഷ്ടപ്പെടുന്നത്, എന്തായാലും ഇതൊക്കെ നടക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇതുവരെ ആയിട്ട് നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇതുവരെ അവരെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് അവർ അകന്ന് നിന്നൊക്കെയാണ് ചെയ്തത്. ഒന്നാമത് തന്നെ ശ്യാമ പേടിച്ച് പോകുന്ന സിറ്റുവേഷനാണ് എല്ലാ കാര്യത്തിലും ഉണ്ടായത്. പക്ഷേ ഈ പ്രാവശ്യം ശ്യാമ അവളെ നേരിട്ട് കാണുന്നുള്ള മട്ടിലായതുകൊണ്ട് തന്നെ ഇവർ നേരിട്ട് സംസാരിക്കാനുള്ള എല്ലാ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട് ഈ കാര്യത്തിൽ നീ ഒരു ടെൻഷനും വേണ്ട, ഈ കാര്യത്തിൽ നീ ശ്യാമനോട് നേരിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യം എന്തായാലും നമുക്ക് ഉണ്ടാക്കും, അങ്ങനെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ സന്തോഷത്തിൽ അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു കാര്യം അവനോട് പറഞ്ഞു കൊടുത്ത ആ ഒരു സന്തോഷം മുഴുവൻ ഇവൾക്ക് ഉണ്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ വരുണിന് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഒരുമിപ്പിക്കണം എന്നുള്ള മട്ടിലാണ് വരുണൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മട്ടിലാണ്. പിന്നെന്തായാലും ഇവിടെയൊക്കെ അങ്ങനെ സ്മൂത്തായിട്ട് പോകുകയെന്ന്. പക്ഷേ നമ്മുടെ പ്രിയങ്കയുടെ കാര്യം, പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ശരത്തിൻ്റെ കൂടെ ആ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഡയറക്ടർ അവിടെ ഭയങ്കര ബിസിയിലാണ്. ഇങ്ങനെ
ഓരോ വർക്കിലൊക്കെയാണ്, അവിടെ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് ആ ഒരു തിരക്കിലാണ്. അപ്പോൾ ഒരുപാട് ആളുകളും അഭിനയിക്കാനുള്ള ആളുകളും ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ ആ തിരക്ക് പിടിച്ച സ്ഥലത്തിലൂടെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ആ ഡയറക്ടറിനെ ഇവൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ അതൊരു ഫേമസ് ഡയറക്ടറായിരിക്കും. ഇയാളാണെങ്കിൽ ഒരുപാട് സിനിമകളൊക്കെ എടുത്ത് ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരാളാണ്. പിന്നെ എടുക്കുന്ന മൂവീസൊക്കെ വൻ ഹിറ്റായിട്ട് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇയാളെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇയാളുടെ സിനിമയിലെങ്ങാനും അഭിനയിച്ചാൽ എന്തായാലും നല്ല ഒരു മികച്ച ഒരു കഥാപാത്രം ആയിരിക്കുമെന്നും അത്ര വലിയൊരു ഹൈപ്പിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു ഭയങ്കര എക്സൈറ്റഡൊക്കെ പ്രിയങ്കയ്ക്ക് ആദ്യം തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം ശരത്ത് ഇങ്ങനെ പോയി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നീയല്ലേ ഒറ്റയ്ക്ക് സിനിമ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ഈ ഡയറക്ടർ ശരത്തിനോട് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് അതൊക്കെ കൈവിട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം പൈസയും തട്ടിക്കൊണ്ട് അവൻ്റെ കൂടെയുള്ളവന്മാരൊക്കെ പോയതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 പൈസ ഇല്ലാത്തതുകൊണ്ടും സിനിമ എടുക്കാനുള്ള ഒരു കഴിവ് അവനില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു നിസ്സഹായാവസ്ഥയിൽ അവരിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ പറയുന്നത് എൻ്റെ കൂടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു റോള് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവനോട് പറയാണ്. അപ്പോൾ പ്രിയങ്കനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക നേരിട്ട് ഈ ഡയറക്ടർ കാണുമ്പോൾ തന്നെ ഇയാൾ പറയുന്നത് അല്ല ഇത് ആ പ്രിയങ്ക അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. കാരണം പ്രിയങ്ക മുന്നേ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അഭിനയിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് അങ്ങ് അഹങ്കാരം കയറുകയാണ്. കാരണം അവൾ അവിടുത്തെ ഹീറോയിനായി അഭിനയിക്കുകയാണ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ വന്ന ആ സമയത്ത് തന്നെ അവൾ ഷൂട്ടിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഉള്ളവന്മാരോടൊക്കെ അഹങ്കാരം കാണിച്ച് അവിടുന്ന് ആ ഷൂട്ടിങ്ങൊക്കെ മുടങ്ങിപ്പോയതൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഡയറക്ടർ അങ്ങനെ ഓർക്കുകയാണ്. കാരണം ഇവളെ എങ്ങാനും നമ്മളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വെച്ചാൽ ഇവൾ ആ സിനിമ കുളം തോണ്ടുന്നുള്ള പേടി ആ ഡയറക്ഷന് അവളെ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അമ്മാതിരി അനുഭവമായിരുന്നു മുന്നത്തെ ആ സിനിമയിൽ അവൾ ചെയ്തു കൂട്ടിയത്. അവൾ അത്രയും അഹങ്കാരം ബാക്കിയുള്ളവരോടുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ ആ സിനിമ അവിടെ തന്നെ തകർന്ന് നിന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു പേടി ഇവളെ കണ്ടപ്പോൾ തന്നെ ഈ ഡയറക്ടറിന് അങ്ങ് തോന്നുകയാണ്. അപ്പോൾ ഇയാൾ പറയാണ് അയ്യോ ഈ പ്രിയങ്കയാണെങ്കിൽ വേണ്ട, കാരണം അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ആദ്യം ഇങ്ങനെ മുടക്ക് പറയുന്നുണ്ടെങ്കിലും ശരത്ത് പറയുന്നുണ്ട് ഇവളിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, എന്തെങ്കിലും റോള് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ നേരെ പ്രിയങ്കനെ ഇയാളുടെ അടുത്തേക്ക് അങ്ങ് വിളിച്ച് കൊണ്ടുവരികയാണ് ശരത്ത്. അപ്പോൾ ശരത്തിന് നേരിട്ട് ഈ ഡയറക്ടറിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് പ്രിയങ്ക. സർ ഞാൻ മുന്നേ സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നീ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു, പക്ഷേ ആ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ ഒരു ക്യാരക്ടർ കാരണമല്ല ആ ഒരു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെയുള്ള സ്വഭാവം എങ്ങാനും എൻ്റെ സിനിമയിൽ എടുത്താൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും, അത് ഞങ്ങളെ സിനിമേനൊക്കെ ബാധിക്കും, അതുകൊണ്ട് നിനക്ക് സിനിമ ഇല്ല എന്നൊക്കെ ആദ്യം ഇങ്ങനെ ഇയാൾ കൈവിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. പക്ഷേ പ്രിയങ്ക പറയുന്നുണ്ട് അന്നത്തെ മാനസികാവസ്ഥ അതായിരുന്നു സർ, പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഞാൻ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒന്ന് കൊടുക്കുക, ഒരു റോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്നുള്ള ചിന്ത ഇങ്ങനെ വരണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് എന്തായാലും ഈ സിനിമക്കുള്ള കാസ്റ്റൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട്, ഇനി അടുത്തൊരു സിനിമയുണ്ട്, അടുത്ത ആഴ്ചയാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്, അതിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരാം, കാരണം ഹീറോയിനൊക്കെ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചതൊക്കെയാണ്, കുറച്ച് ക്യാരക്ടർ റോളുകളൊക്കെ ഉണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് തരാം, നീ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് നേരിട്ട് വന്ന് കാണ്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾക്ക് ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവൾക്ക് അങ്ങ് ഒരു ആ മുഖത്തുള്ള സന്തോഷം അങ്ങ് പോയി കിട്ടുകയാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിനായി വന്ന ഇവൾക്ക് ഇപ്പോഴത്തെ സിനിമയിൽ ഒരു ക്യാരക്ടർ റോളിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ കിട്ടിയതിനൊന്നും കാര്യമില്ല എന്നുള്ള അവൾക്ക് ആദ്യം തന്നെ വലിയൊരു ഫേമസ് ആവണം, അതുകൊണ്ട് തന്നെ ആ ഒരു മെയിൻ നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവൾക്കുള്ളത്. പക്ഷേ ആ കാര്യം കൊണ്ട് തന്നെ ഇവൾ ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ എക്സൈറ്റഡ് ഒന്നുമില്ല. അവൾ പറയുന്നുണ്ട് ആ ഡയറക്ടറിനോട്, സർ ഞാൻ മുന്നത്തെ സിനിമയിൽ ഹീറോയിനായിരുന്നു, അതുകൊണ്ട് ക്യാരക്ടർ റോൾ അല്ലാതെ എനിക്കൊരു നായകൻ ആയിട്ട് തന്നെ എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നായക ഓൾറെഡി സെറ്റിൽഡ് ആണ്, ക്യാരക്ടർ റോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങ് പറഞ്ഞയക്കാണ്. പക്ഷേ ഇവൾക്ക് ഇങ്ങനെ ഒരു മടുപ്പ് വരികയാണ്. പക്ഷേ ശരത്ത് പറയുന്നുണ്ട്
എന്തായാലും ക്യാരക്ടർ റോളല്ലേ, നീ നല്ലൊരു ക്യാരക്ടർ റോള്, അതും ഈ സിനിമയുടെ ലാസ്റ്റ് വരെയുള്ളൊരു റോളാണ്. അത് നീ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ നിനക്ക് പിന്നെ നല്ല നല്ല ഓഫറുകളൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയണേ. എങ്ങനെയെങ്കിലും സിനിമയിൽ പിടിച്ചു നിൽക്കാൻ നല്ല കഷ്ടപ്പാടാണ്. കാരണം ചിലവന്മാരൊക്കെ അഭിനയിക്കാൻ പൈസ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവന്മാരാണ്. അതുകൊണ്ട് നീ ഈ ഒരു റോളിൽ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യ്. നിൻ്റെ ഈ കഴിവ് കണ്ടിട്ട് വേണമെങ്കിൽ ഇനി വേറെ ആളുകളൊക്കെ വിളിക്കുക, അപ്പം നിനക്ക് നായികയൊക്കെ ആകാം. ഇപ്പം നീ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ടെങ്കിൽ ഇവൾക്ക് അത്രയ്ക്ക് അങ്ങ് ഒരു കംഫർട്ട് കിട്ടുന്നില്ല. കാരണം ഇത്രയും ഒരു സിമ്പിൾ ക്യാരക്ടർ റോള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വേണ്ട എന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു ആദ്യമെങ്കിലും ചിലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അങ്ങനെ അങ്ങ് ടെൻഷനാകൊന്നും വേണ്ട. ഇതിപ്പോൾ ഫസ്റ്റ് റോള് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നീ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഒരു ഹീറോയിനായി അഭിനയിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ഇവൾ അങ്ങനെ എന്തായാലും അവസാനം മൈൻഡ് അങ്ങ് സെറ്റാക്കുകയാണ്. ക്യാരക്ടർ റോളെങ്കിൽ ക്യാരക്ടർ റോള് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളാം. പക്ഷേ അത് ഫുൾ ഉടനീളമുള്ളൊരു ക്യാരക്ടറാണ്, അല്ലാതെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിനയിച്ച് പോകുന്ന ഒരു ചെറിയൊരു റോളാവരുത് എന്നുള്ള പ്രിയങ്കക്ക് വാശിയുണ്ട്. പിന്നെ എന്തായാലും ഇവർ നേരിട്ട് ആ ഡയറക്ടറിനെ കാണാൻ പോവാണ്, ക്യാരക്ടർ ഏതാണെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ശരത്ത് പോയി കഴിഞ്ഞ് ഈ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഇവനും വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെയാണാവോ ഇവന് ഇതുവരെ വരാത്തത്, തിരിച്ച് വരാത്തത്, കുറേ നേരമല്ല പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെങ്ങാനും ഇനി മുങ്ങി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംശയം പറയുന്നുണ്ട്. കാരണം ഇവൻ്റെ ക്യാരക്ടർ ആയതുകൊണ്ട്, മുന്നേ ഒരവട്ടം ചതിച്ചതായതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല. കാരണം എങ്ങാനും പറ്റിച്ച് പോകുക എന്നുള്ള ഒരു ചെറിയൊരു ഭയമൊക്കെ ഇവരെ മുഖത്തൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അവരങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതാ ശരത്ത് വരികയാണ്. ആ ശരത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്തായാലും ഡയറക്ടറിനോടൊക്കെ സംസാരിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു റോള് തന്നെ കിട്ടിയിട്ടുണ്ട് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓക്കെ എന്ത് റോളാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറ്. അപ്പോൾ എല്ലാവർക്കും നീയാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ്. കാരണം നിന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ എല്ലാ ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും ഒക്കെ പേടിയുണ്ട്. നിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നീ അവിടെയുള്ള എല്ലാം തകർത്തെറിയുന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് നിന്നെ എല്ലാവർക്കും അഭിനയിപ്പിക്കാനുള്ളൊരു പേടി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക തന്നെയാണ് അവളുടെ ആ ഒരു കരിയർ നശിപ്പിച്ചത് എന്ന് അവൾക്ക് അപ്പോൾ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ തോന്നിയിട്ടുണ്ടാകും. കാരണം നല്ലൊരു നായികയായി നിൽക്കേണ്ട ഒരു സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ, അത് റിലീസ് ചെയ്ത് ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അവളുടെ അഹങ്കാരം എല്ലാം അങ്ങ് കാണിച്ചങ്ങ് നശിപ്പിച്ച് ആ സിനിമ തന്നെ തകർത്ത് എറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട് ഇവളെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊന്നും വേണ്ടായിരുന്നു, മര്യാദക്ക് നിന്നാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലൊക്കെ അപ്പോൾ തോന്നുന്നുണ്ട്. അവളങ്ങനെ പറയുന്നുണ്ട്, അല്ല എന്താ എൻ്റെ റോള്, എന്താ ക്യാരക്ടർ റോളെങ്കിൽ ക്യാരക്ടർ റോള് എന്താ എനിക്ക് തന്നത് എന്നൊക്കെ പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അത് പിന്നെ തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇവൾക്ക് അങ്ങ് കലി കയറുകയാണ്. കാരണം വെറും ഒരു തൊഴിലുറപ്പ്, അതൊരു മേക്കപ്പൊന്നും ഇല്ലാതെ ഒരു സൗന്ദര്യമൊന്നും കാണിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ, അതും ഒരുപാട് വൃത്തികെട്ട മേക്കപ്പും വൃത്തികെട്ട ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം നിൽക്കാൻ എന്നൊക്കെ അങ്ങനെ ഇവർ പറയാണ്. അപ്പം തന്നെ പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും മതിയാ, തൊഴിലുറപ്പിന് പോകുന്നൊരു സ്ത്രീ, അത് ഞാൻ നായികയായിട്ട് നിൽക്കേണ്ട ഞാനാണ്, തൊഴിലുറപ്പിന് പോകുന്നൊരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത് എനിക്കൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ അവൾ ആദ്യം ഇങ്ങനെ വാശി പിടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, തൊഴിലുറപ്പ് നീ പെർഫെക്റ്റായി ചെയ്യും, കാരണം ഇതൊരു നല്ലൊരു റോളാണ്, മുൻനിരയിൽ നിൽക്കുന്ന റോളാണ്, കാരണം മൂവിയുടെ എൻഡ് വരെ നിൽക്കേണ്ട ഒരു റോളാണ്. അപ്പോൾ നിൻ്റെ അഭിനയം കണ്ടിട്ടെങ്കിലും ഇനി ഈ സിനിമയിൽ മറ്റുള്ളവരൊക്കെ നിന്നെ വിളിക്കും എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുന്നുണ്ട്. പിന്നെ ശരത്ത് വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നീയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു കണ്ടീഷൻ വെക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് കണ്ടീഷനെന്ന് ഇവളിങ്ങനെ തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ കാരണം എല്ലാവർക്കും നിന്നെ വെച്ച് അഭിനയിപ്പിക്കാനുള്ളൊരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്നൊക്കെ പറയുവാണ്. കാരണം പൈസയുടെ കാര്യത്തിലാണ്, അവർ നിശ്ചയിക്കുന്നൊരു പൈസ നിനക്ക് തരത്തുള്ളൂ, അപ്പോൾ നീ പറയുന്ന പൈസ ഒന്നും അവർ തരത്തില്ല നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് കലി കയറുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നതിന് ഞാൻ ചോദിക്കുന്ന പൈസ അല്ല എനിക്ക് വേണ്ടത്, അല്ലാതെ പിന്നെ ഇത് എന്തൊരു ന്യായം ഇതിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ അവൾ ആദ്യം കലി തുള്ളാണ്. അത് സുകുമാര മുത്തശ്ശി അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ നീ ആദ്യം ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് പിടിച്ചു നിൽക്കാൻ നീ ഒന്ന് സമ്മതിക്ക്, ഇത് നീ പെർഫെക്റ്റായി ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം ഇനി നമുക്ക് പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാം, ആദ്യത്തെ ഒരു കാര്യത്തിൽ നീ എങ്ങനെയെങ്കിലും ഈ ഫീൽഡ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നീ ഇതൊക്കെ ഒന്ന് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര ഉദ്ദേശിച്ച് അവളെങ്ങനെ സമ്മതിപ്പിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ
ആദ്യം ദേഷ്യം വരണ്ടേ. അപ്പോൾ ആ ദേഷ്യം മൊത്തം ഇവൾ ശരത്തിൻ്റെ അടുത്ത് അങ്ങ് തീർക്കണേ. നീ ആ കാരണമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത്. കാരണം 3 കോടി രൂപയാണ് നീ എൻ്റെ തൊലച്ചത്. അങ്ങനെ അങ്ങ് തൊലച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കായിരുന്നു. നീ എല്ലാം നശിപ്പിച്ചില്ലേ എന്നൊക്കെ അങ്ങനെ ഇവനോട് അങ്ങ് കാര്യത്തെ സംസാരിക്കാണ്. അപ്പോൾ അവൻ പറയണ്ടേ, നിനക്ക് എന്നോട് പക വീട്ടുകയാണ് ഇപ്പോൾ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ പക വീട്ടിക്കോ. പക്ഷേ ഇപ്പം നിനക്ക് വേണ്ടത് ഒരു സിനിമയിൽ അഭിനയിക്കുക, പണം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നീ ഈ ഒരു റോളെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേ. അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്നോട് പക വീട്ടാന്നൊക്കെ ഇങ്ങനെ ഈ ശരത്ത് പറയാണ്. അപ്പോൾ കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു പോയി, നീ ഇതിലങ്ങ് സമ്മതിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്തായാലും ഇവരാകെ ടെൻഷനായി. ഇവൾ അത്രയും ഒരു സിനിമാ നടിയാക്കണമെന്ന് മോഹിച്ചിട്ട് വെറും ഒരു തൊഴിലുറപ്പ് പോണ ഒരു സ്ത്രീയുടെ റോളാണ് അവൾക്ക് കിട്ടിയതെന്നുള്ള കാര്യത്തിൽ ഇവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്. പിന്നെ നമ്മുടെ ശ്യാമക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ അവളെ മീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇവൾ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ മകളെന്ന് പറയുന്നത് എന്നെ അത്രയും വെറുത്തോണ്ടിരിക്കുകയാണ്. അവൾ ഇനി എന്നെ നേരിട്ട് കണ്ടിട്ട് അവൾക്ക് എന്തായിരിക്കും റിയാക്ഷൻ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളെങ്ങനെ ഒരുമിച്ച് പോകുമെന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്യാമയുടെ ഈ ടെൻഷനൊന്നൊരു മറികടക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അവർക്ക് കഴിയുമെന്നൊക്കെ നോക്കാം. കാരണം അവർ നേരിട്ട് കാണാൻ പോവുകയാണ് അടുത്ത ദിവസം. ആ ഒരു ടെൻഷനിലാണ് ശ്യാമ. അവരെങ്ങനെയെങ്കിലും രാധികനെ അമ്മ അംഗീകരിക്കണം, അമ്മയായിട്ട് അവളെ അംഗീകരിക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ വേണമെങ്കിൽ ഇനി ശ്യാമനെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് രാധിക പോവുകയാണ്. അപ്പോൾ എന്തായാലും നാളെ തന്നെ അമ്മയാണ് എന്ന് തുറന്ന് പറയാനുള്ള ചാൻസ് കുറവാണെങ്കിൽ ആ ശ്യാമനോടുള്ള അവരുടെ ആ ഒരു കണക്ഷനും അവൾക്ക് നേരിട്ട് ആ പർദ്ദയില്ലാത്ത ആ ഒരു മുഖംമൂടി ഇല്ലാത്ത ആ ഒരു ശ്യാമനെ നേരിട്ട് കാണാൻ പോകുന്ന ആ ഒരു സന്ദർഭമൊക്കെ വേണമെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും. അപ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നൊക്കെ നോക്കാം. അവൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം അവൾ അങ്ങനെ ആരാധിക്കുന്ന ഒരു വലിയൊരു ഗായികേനെയാണ് കാണാൻ പോകുന്നത്. അവളുടെ മനസ്സിൽ അവൾ വലിയൊരു ഗായകനെ കാണാൻ പോകുന്നത്, അല്ലാതെ സ്വന്തം അമ്മനെ കാണാൻ പോകുന്ന ഒരു പോക്കല്ല അത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആകും. പക്ഷേ ശ്യാമയുടെ കാര്യത്തിലാണെങ്കിൽ മകൾ അമ്മയാണ് എന്ന് അംഗീകരിക്കാതെയാണ് വരുന്നത് എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകും. എങ്ങനെയെങ്കിലും ആ മകൾ എന്നെ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് ഇപ്പോൾ ശ്യാമ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അവരെ ഇനി എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഓക്കെ, ബൈ ആൾ.